ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാ സമാഹാരത്തിലെ മമ ദൈവം എന്ന കീർത്തനം ആലപിക്കുന്നു. ചേലിൽ മാടിയ നീലാളകങ്ങളിൽ പീലി ചൂടി മനോജ്ഞ ചിലങ്കകൾ കാലിലിട്ടു കിലുക്കി കളിക്കുവോൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. ഓടി വന്നു തിരക്കി പിണച്ചകാൽ ചോടു നക്കി നുണയ്ക്കുന്ന പൈക്കളെ നോക്കി നിർമ്മലഹാസം പൊഴിക്കുവോൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. ചുണ്ടു ചോപ്പിച്ചു ശൃംഗാരമോടിയിൽ കൂന്തൽ മാടിയ രാധാമുഖാംബുജം മോന്തിയാൽ മതിയാവാത്തലമ്പടൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. ആർത്തരായി കരയുന്നുണ്ടു തന്നുടെ ഭക്തരെന്നറിയേണ്ടുന്ന താമസം കണ്ണു മൂക്കുകളില്ലാതെ മണ്ടുവോൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. കന്ദരത്തിനകത്തായി സമാധിയിൽ കണ്ണടച്ച
കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. പുണ്യമേറിയ വൃന്ദാവനത്തിലെ മണ്ണിൽ വേദവജസ്സിന്നഗമ്യനായി സഞ്ചരിച്ചിടുമേതോ കുമാരകൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മഞ്ചാടിക്കുരുകുന്നിമാലകൾ മുരുക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞവടിവും പൂഞ്ചായലിൽ പൂഴിയും ചെഞ്ചോടെ തിരുമേനി രണ്ടുമണയത്തമ്മാറു കണ്ടാവു ഞാൻ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളൊന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ 954 ദിവസം ഇന്ന് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മമ ദൈവം എന്ന കീർത്തനമാണ് നമ്മൾ പാടി സമർപ്പിച്ചത്. ഇവിടെ ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചത്. അവിടെ മാർക്കണ്ഡേയ മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നരനാരായണന്മാർ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്തുതിയെയും ആദരവിനെയും പൂജകളെയൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, വരം പ്രതീക്ഷ, ഇനി എന്താണ് വരം വേണ്ടത്? ഏതു വരവും അങ്ങ് ആഗ്രഹിക്കുന്ന എന്തും നൽകാൻ സാധിക്കുന്ന വരദാനം ചെയ്യുന്ന ഈശ്വരനായ എന്നിൽ നിന്ന് സ്വീകരിച്ചോളൂ എന്ന് പറയുമ്പോൾ മാർക്കണ്ഡേയ മഹർഷിയുടെ മറുപടി അത് 3 ശ്ലോകങ്ങളെ കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർക്കണ്ഡേയനോട് 2 ശ്ലോകങ്ങളിലൂടെയാണ് ചോദ്യം ഉണ്ടായതെങ്കിൽ ഇവിടെ 3 ശ്ലോകങ്ങൾ. ആദ്യം ഋഷി പറഞ്ഞു, ജിതം തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാച്യുത വരേണ ഇതാവതാലം നോ യദ്ഭവാൻ സമദൃശ്യത. ദേവദേവേശ, ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ഭഗവാനെ, പ്രപന്നാർത്തിഹര അച്യുത, ദുഃഖം കൊണ്ട് ശരണം പ്രാപിക്കുന്നവരുടെ സങ്കടങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നവനും അച്യുതനും ച്യുതിയില്ലാത്തവൻ നാശമില്ലാത്തവനുമായിരിക്കുന്ന തേ ജിതം, അങ്ങയാൽ ജയിച്ചു എന്നുള്ളത് ഉണ്ടായി. അങ്ങ് ന സമദൃശ്യത യത്, ഞങ്ങളാൽ ദർശിക്കപ്പെട്ടു എന്നത് തന്നെ, അതെന്താണോ അത് തന്നെ. ഏതാവതാവരേണ അലം, ഇത്രമാത്രമുള്ള വരം, അങ്ങയുടെ ദർശന സൗഭാഗ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ വരം. വരങ്ങളിൽ വെച്ച് ഏറ്റവും വരമായിട്ടുള്ളത് അവിടുത്തെ ദർശനം തന്നെയാണ് ഭഗവാനെ. ശരണം പ്രാപിക്കുന്ന ആളുകളുടെ സങ്കടത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നത് തന്നെ സങ്കട നിവാരണത്തിന് വേണ്ടിയാണ്. അങ്ങ് അവിടുത്തെ ഭക്തന്മാരുടെ സങ്കടത്തെ ഇല്ലാതെയാക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ ദർശന സൗഭാഗ്യം അത് ഏറ്റവും വലുതാണ്. അങ്ങ് വരം ചോദിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു.
അത് അങ്ങയുടെ ഉത്കർഷത്തെ അങ്ങ് പ്രകാശിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരത്തിന് ആഗ്രഹിക്കുന്നേയില്ല. ഈ ദിവ്യമായ സ്വരൂപം കാണാൻ കഴിഞ്ഞു. ഈ വരം കൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുകയാണ്. വലിയ സന്തോഷം. അതിനുശേഷം പറഞ്ഞു, ഗൃഹീത്വാജാതയോ യസ്യ ശ്രീമത്പാദാബ്ജദർശനം മനസാ യോഗപക്വേന സ ഭവാൻ മേക്ഷഗോചരാം. യസ്യ ശ്രീമത്പാദാബ്ജദർശനം, യാതൊരാളുടെ ശ്രീമത്തായ ആ പാദാരവിന്ദത്തിൻ്റെ ദർശനം ലഭിക്കണു. യോഗപക്വേന മനസ്സ, യോഗപക്വമായ മനസ്സുകൊണ്ട് ഗൃഹീത്വ, ആ ദർശനത്തെ ആരാണോ ഗ്രഹിച്ചിട്ട് അജാതയ, ബ്രഹ്മാദികൾ പോലും കൃതാർത്ഥാഭവന്തി, അവർ പോലും കൃതാർത്ഥരായിട്ട് തീരുന്നു. സ ഭവാൻ, ആ അങ്ങനെയുള്ള അവിടുന്ന് മേ അക്ഷഗോചര, എൻ്റെ അക്ഷികൾക്ക്, എൻ്റെ ദൃഷ്ടിക്ക് ഗോചരനായിരിക്കുന്നു. ഇതിൽ പരം വലിയ ഭാഗ്യം എന്താണ് ഭഗവാനെ? കണ്ടതുകൊണ്ട് തന്നെ സംതൃപ്തനായി. എന്താ അതിന് കാരണം? അങ്ങയുടെ ദർശനം അതീവ ദുർലഭം താവക ദർശനം വിഭോ എന്നാണ്. അവിടുത്തെ ദർശനം തന്നെ ദുർലഭമാണ്. നോക്കൂ, ബ്രഹ്മാദിദേവന്മാർ പോലും അങ്ങയെ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല എന്നിരിക്കുന്നു. നിരന്തരമായ യോഗാഭ്യാസം കൊണ്ട്, യോഗപക്വേന മനസ്സാ, പരിപാകം വന്ന പക്വമായ മനസ്സുകൊണ്ട് അങ്ങേ അവർ കാണും. അതുകൊണ്ട് തന്നെ അവർ കൃതാർത്ഥരായിട്ട് തീരുകയും ചെയ്യുന്നു. ആര്? സൃഷ്ടികർത്താവായ ബ്രഹ്മാവും അല്ലെങ്കിൽ മഹാദേവനും ദേവേന്ദ്രനും ഒക്കെ തന്നെ. അങ്ങനെ ഇരിക്കുന്ന അവിടുന്ന് എൻ്റെ നേത്രഗോചരനായി, എൻ്റെ കണ്ണുകൾക്ക് അമൃതം പകർന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിരിക്കെ ഇതിൽ പരം വലിയ അനുഗ്രഹം എന്താണ്? ഇതിൽ പരം ഞാൻ എന്താണ് ആഗ്രഹിക്കേണ്ടത്? അവിടുത്തെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ദിവ്യമായ സ്വരൂപം എൻ്റെ മുമ്പിൽ എൻ്റെ നേത്രഗോചരമായി വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. എങ്കിലും ഇവിടെ പറയുകയാണ്, അധാപ്യംബുജപത്രാക്ഷ പുണ്യശ്ലോകശിഖാമണേ ദ്രക്ഷ്യേ മായാം യയാലോക സപാലോ വേദസദ്ഭിദാം. അധാപി, എങ്കിലും, അംബുജപത്രാക്ഷ, അംബുജത്തിൻ്റെ പത്രം, താമരയുടെ ആ ഇതളുപോലെ, താമരദളം പോലെ ഇരിക്കുന്ന അക്ഷികളോടുകൂടിയവനെ, കണ്ണുകളോടുകൂടിയവനെ, പുണ്യശ്ലോക ശിഖാമണേ, പുണ്യകീർത്തിമാന്മാരിൽ ഉത്കൃഷ്ടനായിരിക്കുന്ന ഭഗവാനെ, ദ്രക്ഷ്യേ മായാം, എന്ത് വേണം? മായാം ദ്രക്ഷ്യേ, എനിക്ക് മായയെ കാണണം എന്ന് ആഗ്രഹം. യയാ, ഏതൊന്നുകൊണ്ടാണോ? സപാലഹ ലോക, ലോകപാലസഹിതമായ ഈ ലോകം, സദ്ഭിതാം വേദ, ആ സത്താമാത്രനായിരിക്കുന്ന അങ്ങയിൽ ഭേദത്തെ അറിയുന്നു. അതിന് കാരണം എന്താണ്? മായയാണെന്നാണ്. അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനായി. അവിടുത്തെ കടാക്ഷം, ഞാൻ അവിടുത്തെ കണ്ടു, അവിടുന്ന് എന്നെ കാണുകയും അവിടുത്തെ കടാക്ഷങ്ങളെ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു. എങ്കിലും അഥാപി, ഞാൻ എന്താഗ്രഹിക്കുന്നു? ഹേ അംബുജപത്രാക്ഷ പുണ്യശ്ലോക ശിഖാമണി, അവിടുത്തെ ആ മായാവൈഭവത്തെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മായയുടെ വൈഭവം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ പലതായി തോന്നുന്നത്. അങ്ങയിൽ ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, ഇങ്ങനെയുള്ള പലവിധ ഭേദഭാവങ്ങൾ എനിക്കില്ല. അങ്ങ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ലോകം പലതായി കാണുന്നതിന് കാരണം അങ്ങയുടെ മായയാണ് എന്ന് ഞാൻ തിരിച്ചറിയണു. അങ്ങനെയെങ്കിൽ ആ മായ എന്നെ ബാധിച്ചിട്ടില്ല ഇതുവരെ, ആ മായയെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ മാർക്കണ്ഡേയ മഹർഷി നാരായണമുനിയുടെ അടുത്ത്, നരസഖനായിരിക്കുന്ന നാരായണമുനിയുടെ അടുത്ത് അഭ്യർത്ഥിച്ചത്. സൂതൻ പറയുന്നു, ഇതീഡിതോർച്ചിത കാമമൃഷിണാ ഭഗവാൻ മുനേ
തഥേതി സ സ്മയൻ പ്രാഗാത് ബദര്യാശ്രമമീശ്വര. മുനേ, ശൗനകമുനേ, ഋഷിണ ഇതി കാമം ഈഡിതഃ. മാർക്കണ്ഡേയ മഹർഷിയാൽ, ഋഷിയാൽ ഇത്തരത്തിൽ ആഗ്രഹം, കാമം ഈഡിതഃ, ഏറ്റവും സ്തുതിക്കപ്പെട്ടും അതേപോലെ തന്നെ അർച്ചിതഃ, പൂജിക്കപ്പെട്ടുമിരിക്കുന്ന സ ഈശ്വരഃ, ഭഗവാൻ സ്മയൻ, ആ ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ മന്ദഹാസം ചെയ്തിട്ട്, ചിരിച്ചിട്ട്, തഥാ ഇതി, തഥാസ്തു, അല്ലേ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബദര്യാശ്രമം പ്രാഗാത്, ബദര്യാശ്രമത്തിലേക്ക് തിരിച്ചെത്തി, അല്ലെങ്കിൽ ബദര്യാശ്രമത്തിലേക്ക് പോയി എന്നും നമുക്ക് സങ്കല്പം ചെയ്യാം. ഏതായാലും മാർക്കണ്ഡേയനാൽ സ്തുതിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ഇത്തരത്തിലൊരു ആഗ്രഹം പറയുകയും ചെയ്തപ്പോൾ ചിരിച്ചും കൊണ്ട് നാരായണ ഋഷി, ആ നാരായണൻ, നരസഖനായിരിക്കുന്ന നാരായണമൂർത്തി പറഞ്ഞു, ശരി, തഥാ ഇതി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് സ്വധാമം, തൻ്റെ ധാമത്തിലേക്ക്, ബദര്യാശ്രമത്തിലാണ് നരനാരായണന്മാർ. പ്രത്യേകിച്ചും നമ്മൾ ഭഗവാന്റെ ലീലകൾ, ഈ ലോകത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കേട്ടു. ഭാരതവർഷത്തിൽ ബദര്യാശ്രമത്തിലാണ് നരനാരായണന്മാരായി നാരദനാൽ പൂജിക്കപ്പെട്ടും കൊണ്ട് ഭഗവാൻ കഴിയുന്നത് എന്ന്. അതുകൊണ്ട് സ്വധാമമായ ബദര്യാശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. തമേവ ചിന്തയന്നർത്ഥമൃഷി സ്വാശ്രമ ഏവ സ വസന്നഗ്ന്യർക്ക സോമാംബുഭൂവായുവേദാത്മസു ധ്യായൻ സർവത്ര ച ഹരിം ഭാവദ്രവ്യൈരപൂജയൽ ക്വചിൽ പൂജാം വിസസ്മാര പ്രേമപ്രസര സംപ്ലുത. സ ഋഷി, ആ ഋഷി മാർക്കണ്ഡേയൻ, തം അർത്ഥം ഏവ, ആ കാര്യത്തെ തന്നെ ചിന്തയൻ, ചിന്തിക്കുന്നവനായി, സ്വാശ്രമേ ഏവ വസൻ, തൻ്റെ ആശ്രമത്തിൽ തന്നെ, ഹിമാലയത്തിൻ്റെ വടക്കുഭാഗത്ത് പുഷ്പഭദ്രാ നദിയുടെ തീരത്തുള്ള ചിത്രശിലയിലുള്ള തൻ്റെ ആശ്രമത്തിൽ വസിക്കുന്നവനും, അഗ്ന്യർക്ക സോമ അംബുഭൂവായുവേദാത്മസു, അഗ്നി, അർക്കൻ സൂര്യൻ, ഭൂമി, വായു, ആകാശം, ആത്മസു ആത്മാവ്, ഈ സ്ഥാനങ്ങളിലും സർവത്ര ച എല്ലാ ദിക്കിലും ഹരിം ധ്യായൻ, ഹരിയെ, ആ ഈശ്വരനെ ധ്യാനിക്കുന്നവനായിട്ട്, ഭാവദ്രവ്യൈഹി അപൂജയൽ, മനസ്സിൽ കൽപ്പിച്ചിട്ടുള്ള, മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് അപൂജയൽ, പൂജിച്ചു. മറ്റ് ദ്രവ്യങ്ങളൊന്നും അവിടെ ഇല്ല. ക്വചിത്ത്, ചില സമയത്തോ പ്രേമപ്രസര സംപ്ലുത, പ്രേമപ്രവാഹത്തിൽ മുങ്ങിയിട്ട് ആപ്ലുതനായി, പൂജാം വിസസ്മാര, പൂജ പോലും മറന്നുപോയി എന്നാണ്. നരനാരായണന്മാര് അവിടുന്ന് അന്തർധാനം ചെയ്തു, അവർ ബദര്യാശ്രമത്തിലെത്തി. മാർക്കണ്ഡേയ മഹർഷി ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപത്തെ കണ്ടും കൊണ്ട് ഇനി ആ ആഗ്രഹം എപ്പോൾ സാധിക്കും എന്ന് ചിന്തിച്ചും കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ തന്നെ ഇരുന്നു. എന്നിട്ടോ അഗ്നിയിൽ, സൂര്യനിൽ, ജലത്തിൽ, ഭൂമിയിൽ, വായുവിൽ, ആകാശത്തിൽ, ഹൃദയത്തിൽ, ഇവിടെ എല്ലാ ദിക്കിലും ശ്രീഹരിയെ ധ്യാനിച്ചും കൊണ്ട്, അവിടെ ആ 8 ദിക്കിലും 8 ഭാവങ്ങളിലും 8 രൂപങ്ങളിലും ഭഗവാനെ, ആ ശ്രീഹരിയെ തന്നെ ധ്യാനിച്ചും കൊണ്ട്, മനസ്സുകൊണ്ട് കൽപ്പിച്ച, സങ്കല്പം കൊണ്ട് ഉണ്ടാക്കിയ ജലഗന്ധ പുഷ്പധൂപ ദീപാദികൾ കൊണ്ട്, നൈവേദ്യാദികൾ കൊണ്ട്, അത്തരത്തിലുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കുകയും ആ സമർപ്പണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ പൂജാവിധികൾക്കിടയിൽ ചില സന്ദർഭത്തിൽ ഭക്തി കൊണ്ട്, ഭക്തിയുടെ വലിയ ആഴങ്ങളിലേക്ക് നിമഗ്നനായി പോയി എന്നാണ്. ഭക്തിയിലെല്ലാം മറന്നുപോയി. അങ്ങനെ വരുമ്പോൾ പൂജ പോലും മറന്നു പോകുന്നൊരവസ്ഥ. പൂജിക്കുന്ന താനില്ലാതെയാവുന്നു, താൻ ചെയ്യുന്ന പൂജ എന്ന കർമ്മമില്ലാതെയാവുന്നു,
പൂജ്യനായ ഭഗവാനും താനും ഒന്നു തന്നെ എന്ന നിലയിലേക്ക്, അദ്വൈത ബോധത്തിലേക്ക് ഒരു സാധകൻ എത്തിച്ചേരുന്നു. അത് തന്നെയാണ് സമാധി എന്നുള്ളൊരവസ്ഥ. അങ്ങനെ തൻ്റെ ആ മാനസ പൂജയെ തന്നെ മാർക്കണ്ഡേയൻ മറന്നു. മനസ്സിനകത്ത് സാക്ഷാൽ മരതകമണിവർണ്ണൻ്റെ രൂപം മിന്നിത്തിളങ്ങാൻ തുടങ്ങി. എല്ലാം മറന്നു, പൂജയില്ലാതെയായി അല്ലേ? തപസ്സിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സമാധി, ഉപാസന ഒക്കെ നമ്മൾ പറയാറുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ ധ്യാനിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് ആരംഭിച്ചിട്ട് അവസാനം ഞാൻ എന്ന കർത്തൃത്വവും ധ്യാനിക്കുന്നു എന്ന കർമ്മവും ഇല്ലാതെയായി ഭഗവാനും താനും ഒന്നു തന്നെ എന്ന നിലയിലേക്കൊരു സാധകനെത്തുന്നു. അതിനാണ് സമാധി എന്ന് പറയുക. ഇതേപോലെ തന്നെ പൂജിക്കുന്ന താനും പൂജാദ്രവ്യങ്ങളും പൂജിക്കുക എന്നുള്ള പ്രവൃത്തിയും ഒക്കെ മറന്ന് പൂജ്യനായിരിക്കുന്ന പരിപൂർണനായിരിക്കുന്ന ഭഗവാൻ മാത്രം എന്ന നിലയിലേക്ക്, ആ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി അദ്ദേഹം എല്ലാം മറന്നുപോയി എന്ന് പറയുന്നു. മാനസപൂജയെ തന്നെ മറന്നുപോയി അദ്ദേഹം. പൂജാം വിസസ്മാര എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ 9ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി വലിയൊരു പ്രളയത്തിൻ്റെ അനുഭവം മാർക്കണ്ഡേയന് ഉണ്ടാവുന്നതായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ആ പ്രളയജലത്തിലാണ് പ്രണവസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ദിവ്യമായ ആലിലകൃഷ്ണൻ എന്നുള്ള രൂപത്തിലുള്ള ആ അനുഗ്രഹം മാർക്കണ്ഡേയന് അനുഭവവേദ്യമാകാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.